ജോവിൻ ഒന്ന് എഴുന്നേറ്റേ. ആരോ നിലവിളിച്ച പോലെ. അതൊരാളുടെ ശബ്ദമല്ലേ? ജാനകി എവിടെ? നീ ഒന്ന് നോക്ക്. What's going on? മാറി കിടക്കണ തണ്ടി. ചോക്കി അതേ പൈൻ്റെ ഉണ്ടല്ലോ. അപ്പൊ ഇവള് രാത്രി തല കുടിച്ചപ്പോ കൊണ്ടുവന്നാണോ? അല്ല ഇവനത് എവിടെ പോയി? അവന്റെ ഡ്രസ് പൊട്ടി എന്നെ കുളിപ്പിച്ച് കെടുത്തിട്ട് കാണാൻ കൂടി പറ്റിയില്ലല്ലോ. ചോദിച്ചു നോക്കൂ, ഒച്ച ഉണ്ടാക്കൂത്. കൊള്ളാല. പെണ്ണേത്. അതെ, എന്തടാ? ആരാ? നിന്റെ അപ്പൻ. ഇവിടെ ഒന്ന് കയറി എന്റെ അപ്പനെ വിളിക്കണം. ആരടി നീ? ഇന്നലെ അടിച്ചെന്റെ കെട്ട് മാറിയില്ലേ? കള്ളു കുടിച്ചത് വിളറിഞ്ഞ നീ വല്ല ചാത്തൻ സേവണോ? കർത്താവേ കാത്തോളേ. ഒന്നും മനസ്സിലാവണല്ലോ. വഴി, വീട്, ആ ക്ലബും എല്ലാം പഴയപോലുണ്ടല്ലോ. എനിക്കെന്തെങ്കിലും പറ്റിയാണോ?
വിക്കു കുട്ടിക്ക് എന്റെ പേരെങ്ങനെ അറിയാം? ഡാ, ഇത് ഞാനടാ ആൽവി. ആൽവിയാ? ഏതാൽവി? ഓ എന്ത് പണ്ടാരോണിത്. ഞാനിങ്ങനെയാണ് ഈ കോലത്തിലായത്. ആ, എനിക്കൊന്നും മനസ്സിലാക്കണില്ല. ആ, എനിക്കൊന്നും മനസ്സിലാവണല്ലോ. നീ വല്ല മാജിക്കാണോ? ഈ പറയണതൊക്കെ സത്യടി. ഞാനെങ്ങനെ ഈ രൂപത്തിലായെന്ന് എനിക്കറിയില്ല. നിങ്ങളെങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. ഞാൻ ജാനകി തന്നെയാ. എന്താടി വേണ്ടത്? ഇത് അവള് തന്നെയാണോ? ഈ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇത് ജാനകി തന്നെയാണെന്ന് തോന്നുന്നത്. ബിഹേവിയർ കണ്ടിട്ട് എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചോദിച്ച് കൺഫേം ചെയ്യാം. ഓക്കെ, വാ. നീ ഞങ്ങളുടെ ജാനകി തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ നമുക്ക് 3 പേർക്ക് മാത്രം അറിയാവുന്ന ചില ഇൻസിഡൻസ് ചോദിക്കട്ടെ? എന്നാ പറ. കഴിഞ്ഞ സൺഡേ 9 മണിക്ക് നമ്മളിവിടെ എന്താ ചെയ്തത്? നമ്മളല്ല, നിങ്ങൾ രണ്ടുപേരും ബീറടിച്ചു. ഞാൻ ആദ്യമായിട്ട് ഒരു ക്ലാസ് വായിന്നു. അറ്റ് പ്രസന്റ് എന്റെ ലവർ ആരാ? നാട്ടിലോ ഇവിടെയോ? നാട്ടിലാണെങ്കിൽ റിയാസ്, ഇവിടെയാണെങ്കിൽ ജോവി. ഇനി നമുക്ക് 3 ആൾക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യം ഞാൻ പറയട്ടെ. ഇവിടെയായിട്ടൊരു കറുത്ത അയ്യേ, നിന്റെ ഇവിടെ മതി, മതി. ഈ രൂപത്തിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്തോ പോലെ തോന്നുന്നു. ഈ വെള്ളം ഒടിച്ച കണ്ണ് പോയി ചെവിയൊന്നും കേട്ടല്ലേ? ഇനി ചിലപ്പോ അങ്ങനെ റൂമർ പരിക്കോ? എന്നാ നിന്റെ രൂപം മാറണ്ടേ? ആ, ശരിയാണല്ലോ. നീ ബാത്റൂം പോയപ്പോ നോക്കിയായിരുന്നോ? ശരിക്കും ഫുള്ളും പെണ്ണായ? ആ പിന്നെ അതിപ്പോ എങ്ങനെ സംഭവിക്കാനാണ്? ഞാൻ നോക്കട്ടെ. പോടാ പോർക്കെ, ഞാൻ അങ്ങനെ പുറത്തിറങ്ങി കിടക്കും. ഓ, ഇപ്പൊ തമ്മാണാണ് പ്രശ്നം. എന്തൊക്കെ പറഞ്ഞാലും നീ ഇപ്പൊ ചെറിയൊരു പീസായുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പെണ്ണ് ആണായി മാറിയെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? അതിന് നമ്മള് വിശ്വസിച്ചില്ലേ? നമ്മൾ പോലും എപ്പോഴാ വിശ്വസിച്ചത്? മറ്റുള്ളവരെ ഇതുപോലെ വിശ്വസിപ്പിക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് ജാനകിയാണെന്ന് നമുക്കറിയാം, പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോ ഇതൊരു ആണല്ലേ? എനിക്കിനി പഴയ പോലെ ആവാൻ പറ്റില്ല. നീ വിഷമിക്കാതിരിക്കെ, എന്ത് പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. എന്ത് സൊല്യൂഷൻ? എന്റെ ശ്രേയ, നീ ഈ പറയുന്നതൊന്നും മെഡിക്കൽ ഹിസ്റ്ററിയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ഓരോ കാര്യങ്ങളാ. പിന്നെ സെക്സ് റീഅസൈൻമെന്റ് സർജറി ഒക്കെ നടത്തി ഒരുപാട് പേര് ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ ആവുന്നുണ്ട്. എന്നുവെച്ചാ സർജറി ചെയ്ത് ആണ് പെണ്ണാവും, പെണ്ണാണാവും. അങ്ങനെ വല്ല പരിപാടിയുവാണെങ്കിൽ ശ്രേയമോളെ അതിപ്പോ തന്നെ മനസ്സിൽ നിന്ന് മാറ്റിയേക്ക്. ഞാൻ ആദ്യം അറിയിക്കുന്നത് നിന്റെ അച്ഛനെയും അമ്മയും ആയിരിക്കും. അയ്യോ ആന്റി, ഇതൊന്നും അല്ല. ഞങ്ങള് ഇൻഫോപാക്കിലെ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഇതാണ് വിഷയം. ആണ് പെണ്ണാവുന്നു, പെണ്ണാണാവുന്നു. അതിന് മെഡിക്കൽ പോസിബിലിറ്റീസ് വല്ലതും ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്ന് മാത്രം. അത്രേ ഉള്ളൂ. ഞാൻ ഇറങ്ങിക്കോട്ടെ ആന്റി.
എന്തായി? ആന്റിക്കും അറിയില്ല. ഏയ് അവരന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നെറ്റിൽ മുഴുവൻ സെർച്ച് ചെയ്തു, ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല. ആന്റി അത് തന്നെയാ പറയുന്നത്. സെക്സ് റീഅസൈൻമെന്റ് സർജറി ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു ഓവർനൈറ്റില് അതൊന്നും സംഭവിക്കില്ല. അപ്പോ ഒന്നുമില്ല, ഇനി നീ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും. ഞാനിനി ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, അവരെന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും. നിന്റെ ആന്റിയെ വിശ്വസിക്കാവോ? അവർ ഈ ന്യൂസൊക്കെ ലീക്കാക്കിയാലോ? ഒരിക്കലും ഇല്ല. ഇവൾക്കാണ് സംഭവിച്ചത്, ഞാൻ ആന്റിയോട് പറഞ്ഞിട്ടില്ല. അയ്യോ അമ്മ, നീ കോൾ എടുക്ക്. നീ മണ്ടത്തരം പറയല്ലേ, ഇപ്പൊ ഒക്കെ ജാനകിയുടെ വോയിസ് അല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഫോൺ എടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഫോൺ എടുത്ത് അതിനേക്കാൾ വലിയ പ്രശ്നമാകും. നീ ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ. ഞാൻ പറയാതെ ഓൺ ആക്കരുത്.